ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാനൊരു മാരേജ് ഫംഗ്ഷൻ കൂടാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഞാനിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിത് ആ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിന്റെ അടുത്തേക്ക് എത്തി. വലിയ തിക്കും തിരക്കും ആളും ഇല്ല കേട്ടോ. ചെറിയൊരു വിവാഹ ഫംഗ്ഷൻ ആണ്. അത്യാവശ്യം ലളിതമായ ഒരു മാരേജ് ഫംഗ്ഷൻ. കല്യാണ പന്തലിലേക്ക് നിരനിരയായി ചെത്തുകയറി ഒരുക്കി വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു ഇവിടെ. മഴയൊക്കെ പെയ്തതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല രീതിയിൽ ചളിയായിട്ടുണ്ട്. വിരുന്നുകാർക്ക് ബുദ്ധിമുട്ടില്ലാതെ അകത്തേക്ക് കയറാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. വലിയ ആളും തിരക്കൊന്നുമില്ലെങ്കിലും അത്യാവശ്യം പാട്ടും മ്യൂസിക് ഒക്കെ ഉണ്ട്. പിന്നെ ഞാനത് മ്യൂട്ട് ചെയ്തതാണ്, കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വേറൊരു സാധനം കൂടി നമ്മുടെ മുന്നിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വടക്കൻ കേരളത്തിൽ എല്ലാ മുസ്ലിം വിവാഹ വീടുകളിലും കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതമായിട്ടാണ് ഇറച്ചി അരച്ച് ചേർത്തുണ്ടാക്കുന്ന സൂപ്പർ പരുവത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥം. ഓരോരുത്തരും അതിൽ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് ഇതിന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എനിക്കാണെങ്കിൽ വിശപ്പുണ്ട്, അത് മറ്റുള്ളവരോട് ചോദിച്ചറിയാനുള്ള സാവകാശവും സമയമില്ല. ചിക്കൻ, മട്ടൻ, ബീഫ്, ഇതിൽ ഏതിന്റെങ്കിലും മാംസം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ ചിക്കന്റെ എല്ലും ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചിക്കന്റെ മാംസവും എല്ലും കൂടെ മറ്റു ഇൻഗ്രീഡിയന്റ് ആയ കുരുമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതിന്റെ കൂടെ മസാലയും ചേർത്ത് നല്ല രീതിയിൽ കാച്ചെടുത്തിട്ടാണ് ഈ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്നത്. ഫുഡ് കോർട്ടിൽ കസേരകളിൽ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് കസേരയ്ക്ക് വേണ്ടി അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ചിക്കൻ ബിരിയാണി എന്നാണ് വിചാരിച്ചത്, പക്ഷേ ചിക്കൻ ബിരിയാണി അല്ല, നെയ്ച്ചോറും ബീഫ് കറിയുമാണ്. പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് കച്ചമ്പർ, സലാഡും അച്ചാറും. ഇതിനൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സാധനം കൂടി വന്നു, ബീഫ് ഫ്രൈ. ബീഫ് കറിയുടെ മുകളിൽ പ്ലേറ്റിന്റെ അറ്റത്തായിട്ട് കാണാം. ഇനി ചിക്കൻ ബിരിയാണി ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഭായി?